പരസ്യങ്ങളിൽ കാണുന്ന എണ്ണകളും ഷാമ്പൂകളും ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കൊഴിഞ്ഞവരായിരിക്കും നമ്മളിൽ കൂടുതലും ഉള്ളത്. അതേപോലെ തന്നെ കെമിക്കൽ പ്രോസസ്സുകളായിട്ടുള്ള സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് ഇതൊക്കെ ചെയ്തും പലരുടെയും മുടി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഫുഡ് സ്റ്റൈല് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏത് തരം പ്രശ്നമാണെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് എങ്ങനെ മുടി ഇടതൂർന്ന് വളരാൻ സഹായിക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പറയുന്ന എണ്ണകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളൊരു ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോൾ പലപ്പോഴും സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് അവർ പറയുന്ന മെഡിസിനാണ് നമ്മൾ കഴിക്കുന്നത്. അതുതന്നെയാണ് ആയുർവേദത്തിലും പറയാനുള്ളത്. ഒരു ചെറിയ ഒരു ഓയിലാണെങ്കിൽ പോലും പറ്റുമെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ ഡയറക്റ്റ് കാണിച്ച് നിങ്ങളുടെ പ്രകൃതി, അതായത് നമുക്ക് വാതം, പിത്തം, കഫം ഇങ്ങനെ പ്രകൃതിയുണ്ട്, ശരീരപ്രകൃതിയുണ്ട്, അതെല്ലാം നോക്കുക. ആഹാരം കാര്യങ്ങളെല്ലാം ഡോക്ടർ ചോദിച്ചറിയും. അതിനനുസരിച്ചിട്ടാണ് സാധാരണ നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജനറലായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണകൾ സെലക്ട് ചെയ്യുക. എപ്പോഴാണ് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്? സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം 50 തൊട്ട് 100 മുടി വരെ കൊഴിയാറുണ്ട്. അതിൽ കൂടുതൽ കൊഴിയുമ്പോഴാണ് നമ്മൾ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ തന്നെ 2 വിധമുണ്ട്. ക്രമേണയുള്ള മുടി കൊഴിച്ചിലും ഉണ്ട്, പെട്ടെന്നുള്ള മുടി കൊഴിച്ചിലുണ്ട്. ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാകും, അല്ലെങ്കിൽ PCOD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ക്രമേണയുള്ള മുടി കൊഴിച്ചിൽ നമ്മൾ ആദ്യമൊക്കെ ജസ്റ്റ് നോട്ടീസ് ചെയ്തേ ഉള്ളായിരുന്നു, പിന്നെ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ അത് സാധാരണമായിട്ട് വല്ല ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാവും. അത് ആണുങ്ങളാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അത് സംഭവിക്കാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പ്രധാനമായും കടുത്ത പനി വരിക, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരിക, പിന്നെ സ്ത്രീകളിൽ പ്രസവശേഷമുള്ള ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മൾ അനീമിക് ആവുകയാണെങ്കിൽ, രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടാം. പോഷകങ്ങളുടെ കുറവ്, പ്രോട്ടീൻ്റെ കുറവ്, PCOD, തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനം, താരന്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഏതൊക്കെയാണ് സാധാരണ ആയുർവേദത്തിൽ കൊടുക്കുന്ന മരുന്നുകളെന്ന് പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു എണ്ണയാണ് നീലഭൃംഗാദി. പലപ്പോഴും ആളുകൾ ഡൈ ചെയ്ത ശേഷം നീലയമരി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡറൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് നീലഭൃംഗാദി എണ്ണയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നീലയമരിയാണ്. പിന്നെ നമ്മുടെ കയ്യോന്നി, നെല്ലിക്ക, ഉഴിഞ്ഞ ഇതെല്ലാം എടുക്കുന്നുണ്ട്. അതിലൂടെ അഞ്ചനക്കല്ല്, അങ്ങനെ കുറച്ച് റെയർ മെഡിസിൻസ് ഒക്കെ ചേർത്തിട്ടാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ് നീലഭൃംഗാദി. കോട്ടക്കൽ പോലെയുള്ള പ്രമുഖ കമ്പനികളിലെല്ലാം തന്നെ നീലഭൃംഗാദി കിട്ടുന്നതാണ്. വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല കമ്പനികൾ തന്നെ വാങ്ങിക്കുക. ഇതോടൊപ്പം തന്നെ ആട്ടിൻപാൽ, തേങ്ങാപ്പാൽ, എരുമപ്പാൽ അങ്ങനത്തെ പാലുകളൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ കാച്ചി കുറുകി എടുക്കുന്ന ഒരു പാകമാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൽ കാച്ചെണ്ണ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ, അത് തെറ്റായ രീതിയാണ്. ഇതിനൊക്കെ കറക്റ്റ് പാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയല്ലെങ്കിൽ മുടി വളരുന്നതിന് പകരം കൂടുതൽ കൊഴിയാൻ മാത്രമേ കാരണമാകുകയുള്ളൂ. അതുപോലെ ഒരുപാട് തണുപ്പ് ഇറങ്ങിയിട്ട് തലനീരർക്കം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ക്ലാസിക്കലി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റൊരു ആയുർവേദ എണ്ണയാണ് കയ്യോന്നിയാദി എണ്ണ. കയ്യോന്നി എന്ന് പറയുന്ന മരുന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കയ്യോന്നി, ചിറ്റമൃത്, പച്ച നെല്ലിക്ക ഇതൊക്കെ ചേർത്തതാണ്. ഇതിൻ്റെ കൂടെ അഞ്ചനക്കല്ല് ചേർക്കുന്നുണ്ട്, ഇരട്ടിമധുരം ചേർക്കുന്നുണ്ട്. ഇതിലും പശുമ്പാൽ, ആട്ടിൻപാൽ, തേങ്ങാപ്പാൽ, എരുമപ്പാൽ ഇതൊക്കെ ചേർത്ത് കാച്ചി അരിച്ചെടുക്കുന്നതാണ് കയ്യോന്നിയാദി എണ്ണ എന്ന് പറയുന്നത്. കയ്യോന്നിയാദിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് ഉപയോഗിക്കുക, നമ്മുടെ ശരീരപ്രകൃതിയൊക്കെ നോക്കിയിട്ട്. കാരണം ഇത് നല്ല തണുപ്പ് നൽകുന്നതാണ്. അപ്പോൾ ചില ആളുകൾക്ക് തലനീരിറക്കത്തിനും തുമ്മലിനൊക്കെ കാരണമാകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്ന് ഒരു ഡോക്ടറിനെ കണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അകാല നര വരാതിരിക്കാനൊക്കെ ഈ കയ്യൂന്നി എണ്ണ നല്ലതാണ്. അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കും. മറ്റൊരു എണ്ണയാണ് ഭൃംഗ ആമലകാദി എണ്ണ. ഭൃംഗ ആമലകാദി എണ്ണ എന്ന് പറയും. ഭൃംഗ എന്ന് വെച്ചാൽ കയ്യോന്നി. അപ്പോൾ അത് പശുവും പാലിലാണ് ഉണ്ടാക്കുന്നത്. കയ്യോന്നി നീരും ആമലകാദി എന്ന് ഉദ്ദേശിക്കുന്നത് നെല്ലിക്ക നീരാണ്. അപ്പോൾ ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മുടി നന്നായിട്ട് വളരാനും നരയൊക്കെ മാറ്റി കറുപ്പ് ലഭിക്കാനൊക്കെ ഉത്തമ ഔഷധമാണ്. ഇതും ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം ചില ആളുകളിൽ കണ്ണ് ചൊറിച്ചിൽ, തുമ്മൽ അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് തണുപ്പ് കൂടുമ്പോൾ. അതുകൊണ്ടാണ് ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രകൃതി അസസ് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ ഉപയോഗിക്കാൻ പറയുന്നത്. വാതം, പിത്തം, കഫം ഇങ്ങനെ പ്രകൃതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങളിപ്പോൾ എണ്ണ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കൊലിപ്പ്, തുമ്മൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് കൂടുതൽ കഫപ്രകൃതിയിലാണ്. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്കത് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ആയുർവേദ എണ്ണയാണ് മാലത്യാദികേരം. അതിനകത്ത് പിച്ചകം അറിയാലോ നമുക്ക്, പിച്ചകപ്പൂ, പിച്ചകമാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. അതിനകത്ത് അരളി, ഉങ്ങ്, ഇങ്ങനെ
വെള്ളക്കൊടുവേരി എന്നിവയൊക്കെ ചേർക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ്. മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന രോഗങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും മലത്യാദികേരം കൊടുക്കുന്നത്. താരൻ അകറ്റാനും നല്ലൊരു ഔഷധമാണിത്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആയുർവേദ എണ്ണകൾ മുടികൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ളത്. എണ്ണ മാത്രം പുരട്ടിയാൽ പോരാ, നമ്മൾ താരനുണ്ടെങ്കിൽ താരൻ മാറ്റണം. താരൻ മാറ്റാനുള്ള എണ്ണകളും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അകമേ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കറുത്ത എള്ള് കഴുകി ഉണക്കിയ ശേഷം ഡെയിലി ശർക്കരയും ചുക്കുപൊടിയും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നെല്ലിക്ക തേനിലിട്ടതും നെല്ലിക്ക ജ്യൂസൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അനീമിക്കാണെങ്കിൽ ഉണക്കമുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കിയ ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അതുപോലെ ത്രിഫല ചൂർണം തേൻ ചേർത്തിട്ട് 1 സ്പൂൺ രാത്രി കഴിക്കുന്നത് മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതാണ്. പിന്നെ ഡെയിലി പാല് കുടിക്കുന്നതും മുടികൊഴിച്ചിലിനെ കുറയ്ക്കുന്നതാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഒത്തിരി അത്യാവശ്യമാണ്. കാരണം മുടികൊഴിച്ചിൽ കുറയാനും ഹെൽപ്പ് ചെയ്യും. എങ്കിൽ തന്നെയും നോൺ വെജിൻ്റെ ഒരു ഇത് കുറയ്ക്കുമ്പോൾ ചില ആളുകളിൽ മുടികൊഴിച്ചിൽ കുറയാറുണ്ട്. നോൺ വെജ് പ്രോട്ടീൻ സോഴ്സ് ആണെങ്കിൽ പോലും അധികം ഇപ്പം അൽഫാം അങ്ങനെ പ്രോസസ്സ് ചെയ്ത ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ രീതിയിലൊക്കെ കൂടുതലും ചെറിയ മീനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം.